സുഹൃത്തുക്കളെ, ആയിരം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു കിഡിലം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നല്ല പ്രൈം ലൊക്കേഷനിൽ തന്നെ, അതായത് നമ്മുടെ കാക്കനാട് വെണ്ണലയിലായിട്ടാണ്, നമ്മുടെ എറണാകുളം വെണ്ണലയിലായിട്ടാണ് മനോഹരമായിട്ടുള്ള ഈ കാണുന്ന പ്രോപ്പർട്ടി വരുന്നത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 20 സെൻറ്റ് സ്ഥലം അടുത്തുണ്ട്. 20 സെൻറ്റ് സ്ഥലം ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്ലാന്റ്സുകളും അത്യാവശ്യം ചെറിയ ചെറിയ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഇതിന് സെക്യൂരിറ്റി റൂമൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. കയറി വരുമ്പോൾ തന്നെ അത് ഇവിടെയായിട്ട് ഒരു സെക്യൂരിറ്റി റൂം കൊടുത്തിട്ടുണ്ട്. അപ്പം 4000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 20 സെൻറ്റ് സ്ഥലം അടുത്ത് വരുന്നുണ്ട്. അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട്. 2 കാർ പോർച്ച് ഉണ്ട്, അതും കവേഡ് ആയിട്ടുള്ള 2 കാർ പോർച്ച് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിവിടെയായിട്ട് ഒരു കാർ പോർച്ചും അവിടെയായിട്ട്, അപ്പോൾ വലിയ XUV വാഹനം തന്നെ കയറ്റിയിടാൻ പറ്റുന്ന സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ക ഒറിജിനൽ ലാൻഡിലാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി. ഏകദേശം ഒരു 10 വർഷത്തോളം അടുത്ത് പഴക്കമുണ്ട്. പുഴമണലും അതുപോലെ ഇഷ്ടികയും വെച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇഷ്ടിക വെച്ചാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം ബാക്ക് സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 18 സെൻറ്റ് ആയിരുന്നു. 18 സെൻറ്റ് കൂടാതെ നമുക്കൊരു 2 സെൻറ്റ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇത് കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിയിട്ടുണ്ട്. അതായത് അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കിണർ സൗകര്യമുണ്ട്. അതുകൂടാതെ 20,000 ലിറ്റർ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബും നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ കിണർ സൗകര്യം കൂടാതെ തന്നെ നമുക്ക് മുനിസിപ്പൽ വാട്ടർ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സബും ഒരു ടാഗും നമുക്കിതിൽ അവൈലബിൾ ആണ്. അത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വളരെ ബെനിഫിറ്റ് തന്നെയാണ്. ഇവിടെയായിട്ട് നമുക്കൊരു 2 സെൻറ്റ് സ്ഥലം വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇവർ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സൗകര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇത്ര സൗകര്യങ്ങളാണ് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടുന്നത്. വീടിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. വാ, കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വരാന്ത പോലെ ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന സിറ്റ് ഔട്ട് തന്നെയാണ്. ചാരുപടിയൊക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുള്ള് തേക്കിലാണ് ചെയ്തേക്കണത് കേട്ടോ. ഡോർ ചെയ്തേക്കുന്നത് ഫുള്ള് തേക്കിലാണ്. കയറി വരുമ്പോൾ അതെ കണ്ടാ, ഒരു നടുമുറ്റം പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. ചുറ്റിനും ഇരിക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ മുകളിൽ ഗ്ലാസ് ഒക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് ആൻഡ് ലിവിങ്. പിന്നെ പറയണ്ടല്ലോ, ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസ് ആണ്. ആദ്യത്തെ ഒരു ബെഡ്റൂം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് എൻ്റെ ഇടതും വലതുമായിട്ട് 2 ബെഡ്റൂമുകളാണ് കയറി വരുമ്പോൾ തന്നെ. അപ്പോൾ താഴെ 2 ബെഡ്റൂമാണ്. ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാ ബെഡ്റൂമിനും ഒന്നിനൊന്നും മെച്ചം. അതായത് ഒരുപാട് സ്പേസ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ബെഡ്റൂമിന് തന്നെ ഇതിൻ്റെ ഓണർ കൊടുത്തിട്ടുണ്ടെന്നാണ്. അത് സ്വന്തം ആവശ്യത്തിന് താമസിക്കാൻ വേണ്ട ഒരു വീട് കൂടിയാണ്. കണ്ടോ, അതിലുപരി നമുക്കൊരു ബാത്റൂമിലേക്ക് അടക്കുകയാണെങ്കിൽ തന്നെ ഒരു ബെഡ്റൂമിൻ്റെ അത്ര സ്പേസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. കൺസീൽഡോട് കൂടിയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ AC സെമി ഫർണിഷ്ഡോട് കൂടിയാണ് ഇതിൻ്റെ ഓണർ കൊടുക്കാനായിട്ട് ബില്ലിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതേ ചുറ്റിനും നടുമുറ്റം. അവിടെ നേരെ കയറിയിട്ട് ഇതാണ് കണ്ടോ, വലിയൊരു ഹാളിൻ്റെ അത്ര ഉണ്ട്. കിച്ചണിലേക്ക് വരാണെങ്കിൽ വിശാലമായിട്ടുള്ള കിച്ചൺ കണ്ട, കൗണ്ടർ ടോപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഇത് കൂടാതെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂം പോലെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോർ റൂം. അതുപോലെ അതിലുപരി നമുക്കിത് ഒരു ഹാളിൻ്റെ അത്രയും വലിപ്പമുള്ള വർക്ക് ഏരിയ കണ്ട, എന്താ സ്പേസ്, വളരെയധികം സ്പേഷ്യസോട് കൂടി തന്നെ ചെയ്തിട്ടുള്ളൊരു വർക്ക് ഏരിയ. പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സൗകര്യം. അപ്പം ബെഡ്റൂമിലും വലിയ കിച്ചണാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ചെറിയ ബാത്റൂമാണ്. ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അപ്പം 4 ബെഡ്റൂമും വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. അപ്പോൾ ഇതും അറ്റാച്ച്ഡ് ആണ്. അപ്പം 4 ബെഡ്റൂമും അറ്റാച്ച്ഡും ആണ്. ഇതിൻ്റെ
അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ച, ഇനി അപ്പർ ലിവിങ് ഏരിയയിലെ കാഴ്ച നമുക്കൊന്ന് കാണാം അല്ലേ. വാ. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറിയിട്ട് ഇത് നോക്കിയേ, ഇതൊക്കെ ഫുള്ള് തേക്കിലാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ വേണ്ട. അപ്പോൾ നേരെ കയറുമ്പോഴും നടുമുറ്റം പോലെ ഇവിടെ നേരെ താഴത്തെ ആ ഭാഗത്ത് തന്നെ വരുന്ന നടുമുറ്റം, ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. മുകളിൽ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരുപാട് സ്പേസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ട, ഇതൊരു ബെഡ്റൂം. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. അപ്പം 4 ബെഡ്റൂമും സ്പേഷ്യസ് ആണ്. അതുപോലെ നമുക്ക് ഡൈനിങ് ആൻഡ് ലിവിങ് ആണെങ്കിലും വളരെയധികം സ്പേസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിന് കൂടാതെ നമുക്ക് ബെഡ്റൂം കൂടാതെ ഒരു പൂജാ റൂം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കണ്ട, നേരെ ഇവിടുന്ന് നേരെ കയറുന്നത് ഒരു പൂജാ റൂമിലേക്കാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു. കണ്ട, പിന്നെ ഇത് യൂട്ടിലിറ്റി ഏരിയ കേട്ടോ, യൂട്ടിലിറ്റി ഏരിയ. അപ്പോൾ എറണാകുളം, കാക്കനാട്, എടപ്പള്ളി ഭാഗത്തേക്കൊക്കെ ഒരു കോമൺ ബാത്റൂം ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ എടപ്പള്ളി, കാക്കനാട്, വൈറ്റില ഭാഗത്തേക്ക് ഈസി ആക്സസ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് 20 സെന്റ് അടുത്ത് വരുന്നുണ്ട്. 20 സെന്റ് അടുത്ത് വരുന്നുണ്ട്. അതുപോലെ 4000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂം വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും, എറണാകുളത്തെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഈസി ആക്സസ് ആണ്. വെണ്ണല എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇത് നല്ല റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ വെണ്ണല എന്ന് പറയുന്ന ലൊക്കേഷൻ, ഏകദേശം ഒരു പരിചയമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ 20 സെന്റ് 4000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,70,00,000 രൂപ. 3,70,00,000 രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പർ വിളിക്കുക. അപ്പോൾ വീണ്ടും കാണാം അല്ലേ.